സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തുള്ള എല്ലാ വിഭാഗം ജനങ്ങൾക്കും എല്ലാ ജിന്നുകൾക്കും മലക്കുകൾക്കും സർവ്വ സസ്യങ്ങൾക്കും മത്സ്യങ്ങൾക്കും സർവ്വ സൃഷ്ടികൾക്കും കാരുണ്യമായും അനുഗ്രഹമായും മാത്രം അള്ളാഹു നിയോഗിച്ചിട്ടുള്ള തുല്യതയില്ലാത്ത നേതാവാണ്. ആ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മത്തിൽ സന്തോഷിക്കാത്ത ഒരു സൃഷ്ടിയും ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചപ്പോൾ കരഞ്ഞ ഒരേ ഒരു വ്യക്തിയുണ്ട്. ലിമീലാദിഹി ഖദ് റന്ന ഇബ്ലീസു റന്നതൻ ഫസുഹ്ഖൻ ലഹു മാദാ യുഫീദു റനീനുഹു എന്ന് പണ്ഡിതന്മാർ പാടിയത് അതിനെ സംബന്ധിച്ചാണ്. ഇബ്ലീസ് മാത്രം കരഞ്ഞു, ബാക്കിയുള്ളവരെല്ലാം സന്തോഷിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റവും നല്ല ആശയങ്ങൾ വിതരണം ചെയ്യാൻ വേണ്ടി, എല്ലാ നന്മകളും വിതരണം ചെയ്യാൻ വേണ്ടി അല്ലാഹു തആല നിയോഗിച്ചയച്ചിട്ടുള്ള അവന്റെ റസൂലാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി എന്നത് അവിടുത്തെ സ്ഥാനപ്പേരാണ്. അതിന് അറബിയിൽ ലഖബ് അലം എന്നാണ് പറയുക. ശിഹാബുദ്ദീൻ, താജുൽ ഉലമ, റഈസുൽ ഉലമ, സുൽത്താനുൽ ഉലമ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അത് സ്ഥാനപ്പേരാണ്. പേര് മറ്റൊന്നാണ്. സാധാരണ പേര് അതിന് ഇസ്മു അലം എന്നാണ് പറയുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മുഹമ്മദ് എന്ന പേരാണ് അല്ലാഹു തആല തിരഞ്ഞെടുത്തത്. മുഹമ്മദൻ സമ്മൗ നബിയൽ ഹുദാ വഹുവ അഹഖുൻ നാസി ബിൽ ഹംദി. മുഹമ്മദ് എന്ന വാക്കിന്റെ അർത്ഥം ധാരാളം സ്തുതിക്കപ്പെടുന്ന ആള്, ധാരാളം പുകഴ്ത്തപ്പെടുന്ന ആള് എന്നാണ്. അങ്ങനെ അല്ലാഹു തആല പേര് നൽകാനുള്ള കാരണം ലോകത്ത് ഏറ്റവും കൂടുതൽ പുകഴ്ത്തപ്പെടേണ്ടുന്ന വ്യക്തിയും പുകഴ്ത്തപ്പെടാവുന്ന വ്യക്തിയും പുകഴ്ത്തപ്പെടേണ്ടുന്ന വ്യക്തിയും മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ആ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ധാരാളം പേരുകൾ, ആയിരക്കണക്കിന് പേരുകൾ ഉണ്ട്. അതിൽ ദശക്കണക്കിന് പേരുകൾ ഖുർആനിൽ ഉണ്ട്. 200-ലധികം പേരുകൾ മദീനയിലെ മസ്ജിദ് നബവിയുടെ ചുവരിൽ എഴുതി വെച്ചിട്ടും ഉണ്ട്. ബഷീർ, നദീർ, മുബീൻ, അങ്ങനെ തുടങ്ങിയിട്ട് ധാരാളം പേരുകൾ പരിശുദ്ധ ഖുർആനിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട്. ആ പേരുകളെല്ലാം വലിയ മഹത്വത്തെ അറിയിക്കുന്ന പേരുകളാണ്. എന്നാൽ അറബിയിൽ സാധാരണയായി കുഞ്ഞത്ത് അലമ് എന്ന് പറഞ്ഞ ഒരു പേരുണ്ട്. എന്ന് പറഞ്ഞാൽ ബാപ്പയെ കൊള്ളയോ മകനെ കൊള്ളയോ ചേർത്തുകൊണ്ട് വിളിക്കുന്ന പേര്. ഉദാഹരണത്തിന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മകനാണ് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. മഹാനവറുകളെ ഇബ്നു ഉമർ എന്ന് വിളിക്കും. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഉമറിന്റെ മകൻ എന്നാണ്. ഇതേപോലെ അബൂ ജാബിർ, ജാബിറിന്റെ ബാപ്പ അബ്ദുള്ള റളിയല്ലാഹു അൻഹുവിന് അങ്ങനെ ഒരു പേരുണ്ട്. ഈ അബ്ദുള്ള റളിയല്ലാഹു അൻഹുവിനല്ല, വേറെ. അങ്ങനെ ബാപ്പയിലേക്ക് ചേർത്തും, ബാപ്പ അബ് എന്നതിനെ കുട്ടിയിലേക്ക് ചേർത്തും കുട്ടിയെ തിരിച്ചു ചേർത്തും കൊണ്ട് വിളിക്കുന്ന പേരിന് കുഞ്ഞത്ത് അലമ് എന്ന് പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൂത്ത മകൻ ഖാസിം എന്ന കുട്ടിയാണ്. ഖാസിമിന്റെ പിതാവ് എന്ന നിലക്ക് അബുൽ ഖാസിം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അങ്ങനെ ഒരു പേരുണ്ട്. പക്ഷേ ആ പേര് വേറെ ആർക്കും വിളിക്കരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ചു. അതിന് പല കാരണങ്ങളും പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഒരു കാരണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങാടിയിൽ നിൽക്കുമ്പോൾ ഒരാൾ യാ അബുൽ ഖാസിം, അബുൽ ഖാസിമേ എന്ന് വിളിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിഞ്ഞു നോക്കിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങളെയല്ല ഞാൻ വിളിച്ചത്, ഞാൻ ഇയാളെയാണ്, വേറെ ആൾക്കാർ. അപ്പൊ നബി തങ്ങൾ പറഞ്ഞു, നിങ്ങൾ എന്റെ പേര് വിളിച്ചോളൂ. അതേ സമയത്ത് നിങ്ങളുടെ മക്കൾക്കൊക്കെ പേര് വിളിക്കുമ്പോൾ, പേര് കൊടുക്കുമ്പോൾ പേര് കൊടുത്തോളൂ. എന്റെ ഈ പേര് അബുൽ ഖാസിം എന്ന ഈ പേര് നിങ്ങൾ വിളിക്കരുത് എന്ന് പറഞ്ഞു. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് മുഹമ്മദ് എന്ന പേര് വേറെ ആർക്കെങ്കിലും ഇട്ടാൽ ആരും നബിതങ്ങളെ ആ മുഹമ്മദ് എന്ന് വിളിക്കൂല.
അപ്പൊ പിന്നെ അത് മകനെ വിളിച്ചായിരിക്കും വേഗം മനസ്സിലാവും, അല്ലെങ്കിൽ വേറെ ആരെയും വിളിച്ചാണെന്ന് മനസ്സിലാവും. കാരണം നബിതങ്ങളുടെ പേരങ്ങനെ വിളിക്കാൻ പാടില്ല എന്ന് നിർദ്ദേശമാണ്. നിങ്ങൾ സാധാരണക്കാർ പരസ്പരം വിളിക്കുന്നത് പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിക്കാൻ പാടില്ല. യാ മുഹമ്മദ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിക്കാൻ പാടില്ല. അത് വിളിക്കാൻ പറ്റുന്ന ചില സന്ദർഭങ്ങളുണ്ട്. ഇസ്തിഗാസ ചെയ്യുന്ന സമയത്താണെങ്കിൽ വിളിക്കാം എന്നത്. യാ മുഹമ്മദ് എന്ന് നബി തങ്ങളെ വിളിച്ച് സഹായം തേടാൻ അള്ളാഹുവിന്റെ റസൂൽ തന്നെ പഠിപ്പിച്ച ഹദീസിലുള്ളത് കൊണ്ട് ഇസ്തിഗാസയുടെ രംഗത്ത് മാത്രം അങ്ങനെ പറയാം. അല്ലാതെ യാ മുഹമ്മദ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് വിളിക്കാൻ പാടില്ല. നബി തങ്ങളുടെ സ്ഥാനപ്പേര് മാത്രമേ വിളിക്കാൻ പാടുള്ളൂ. യാ നബി അല്ലാ, യാ റസൂൽ അല്ലാ, ഇങ്ങനെയുള്ള പേരെ വിളിക്കാൻ പാടുള്ളൂ. അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ ഒരുപാട് നബിമാരുടെ പേര് വിളിച്ചിട്ടുണ്ട്. യാ ആദം, യാ ഇബ്രാഹിം, യാ മൂസ. ഒരൊറ്റ സ്ഥലത്ത് യാ മുഹമ്മദ് എന്ന് അള്ളാഹ് വിളിച്ചിട്ടില്ല. അല്ലാഹു തആല അങ്ങനെ വിളിക്കാതിരിക്കാൻ കാരണം വലിയ ബഹുമാനം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കൊടുത്തതുകൊണ്ടാണ്. ലിഇജ്ലാലിഹി മല്ലാഹു നാദാഹു ബിസ്മിഹി വമിൻ ഖബ്ലിഹി നാദാ ബിഅസ്മാഇഹിം റുസുലാ. അപ്പൊ നിങ്ങൾക്ക് മുഹമ്മദ് എന്ന് പേര് വെക്കാം, അഹ്മദ് എന്ന് പേര് വെക്കാം, ഒക്കെ നല്ല പേരാണ്. അങ്ങനെ പേര് വെച്ചോ. സമ്മൂ ബിസ്മി, എന്റെ പേര് നിങ്ങൾ പേര് വെച്ചോളൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മഹാനായ ഇമാം ബൂസരി റളിയല്ലാഹു അൻഹു വലിയ അഭിമാനത്തോടെ പറഞ്ഞിട്ടുണ്ട്, എന്റെ പേര് മുഹമ്മദ് എന്നാണ്, അതുകൊണ്ട് എനിക്ക് വലിയ സന്തോഷമാണ്. ഞാൻ ആ പേരിന്റെ കാരണത്താൽ രക്ഷപ്പെടും എന്നുള്ള ചിന്തയിലാണ്. മുഹമ്മദ് എന്ന് ഒരാൾക്ക് പേര് വെച്ചാൽ അവനെ ശകാരിക്കാൻ പാടില്ല, അവനെ അടിക്കാൻ പാടില്ല. മുഹമ്മദ് എന്ന് പേരുള്ള ആളെ മനസ്സ് വിഷമിപ്പിക്കാൻ പാടില്ല. അങ്ങനെയൊക്കെ ഹദീസുകളിൽ റിപ്പോർട്ടിൽ വന്നിട്ടുണ്ട്. തുസമ്മൂന ഔലാദക്കും മുഹമ്മദൻ സുമ്മ തൽഅനൂനഹും, നിങ്ങളെ മക്കൾക്ക് മുഹമ്മദ് എന്ന് പേര് വെച്ചിട്ട് പിന്നെ ആ കുട്ടിയെ നിങ്ങൾ ശപിക്കുകയോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ച ഈ ഹദീസിലുണ്ട്. മുഹമ്മദ് എന്ന് പേര് വെച്ച കുട്ടിയെ തന്നെ ആദരിക്കണം എന്നാണ്. അത്ര ബഹുമാനമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മുഹമ്മദ് ബിൻ യസീദ് ബിൻ ഖത്താബ് എന്ന് പറയുന്ന ഒരാളെ വിളിച്ചിട്ട് പറഞ്ഞു, ഫഅലല്ലാഹു ബിക യാ മുഹമ്മദ്, മുഹമ്മദേ നിനക്ക് വേണ്ട പടച്ചോൻ തരട്ടെ എന്ന്. അത് കേട്ടപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബിന് വല്ലാത്ത വിഷമായി പോയി. കാരണം മുഹമ്മദേ എന്ന് വിളിച്ചിട്ടാണല്ലോ പറഞ്ഞത്. ഈ പറഞ്ഞത് മുഹമ്മദ് ബിൻ യസീദ് ബിൻ ഖത്താബിനോടാണെങ്കിലും മുഹമ്മദിലെ പേര് വിളിച്ചിട്ടാണല്ലോ പറഞ്ഞത്. അതുകൊണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇനി മേലിൽ നിങ്ങൾക്ക് ആ പേര് വിളിക്കാൻ തന്നെ ഞാൻ സമ്മതിക്കൂല, നിങ്ങളെ പേര് ഞാൻ അബ്ദുറഹ്മാൻ എന്നാക്കി മാറ്റിയിരിക്കുന്നു. അത്ര സൂക്ഷിക്കുകയാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിനോടുള്ള ബഹുമാനം. എന്നാൽ നബി തങ്ങളുടെ പേര് മുഹമ്മദ് എന്ന് പേര് വെക്കുന്നവർക്ക് ഒരുപാട് ബഹുമാനങ്ങളുണ്ട്. നിങ്ങൾ പേര് എന്റേത് വിളിച്ചോളൂ. വലാ തഖ്തനൂ ബികുന്യതി, നിങ്ങൾ അബുൽ ഖാസിം എന്നാരെയും വിളിക്കേണ്ടെന്ന്. എന്താണ് അതിന്റെ ഒരു കാരണം നബി തങ്ങൾ പറഞ്ഞത്? ഫഇന്നി ജുഇൽതു ഖാസിമൻ അഖ്സിമു ബൈനകും, ബുഖാരിയിലും മുസ്ലിമിലുമുള്ള ഹദീസാണ്. എനിക്ക് ഖാസിം എന്ന് പേരുള്ളത് കൊണ്ട്, എന്റെ മകന് ഖാസിം എന്ന് പേരുള്ളത് കൊണ്ട് മാത്രമല്ല എന്നെ അബുൽ ഖാസിം എന്ന് വിളിക്കുന്നത്, പിന്നെയോ എനിക്ക് ഖാസിമിയത്ത് എന്ന് പറയുന്ന ഒരു പ്രത്യേകതയുണ്ട്. ഖാസിമിയത്ത് എന്ന് പറഞ്ഞാൽ എല്ലാ നന്മകളും വിതരണം ചെയ്യുന്ന ആള്, എല്ലാ നന്മയും കൊടുക്കുന്നവൻ ഉടമസ്ഥനല്ലേ കൊടുക്കാൻ പറ്റൂ. സൃഷ്ടാവായ അല്ലാഹുവാണ് കൊടുക്കുന്നത്. പക്ഷേ അതിന്റെ വിതരണം മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഖേനയാണ്. അതുകൊണ്ടാണ് അവിടുന്ന് പറഞ്ഞത്, ഫഇന്നി ജുഇൽതു ഖാസിമൻ, എന്നെ സപ്ലൈ ചെയ്യുന്ന ആളാക്കപ്പെട്ടിരിക്കുന്നു. അഖ്സിബു ബൈനക്കും, ഞാൻ നിങ്ങൾക്കിടയിൽ സപ്ലൈ ചെയ്യുന്നു. എന്ത് സപ്ലൈ ചെയ്യുന്നു എന്ന് പറഞ്ഞില്ല. എന്തുകൊണ്ട് പറഞ്ഞില്ല? മിഷ്കാത്തിന്റെ ശർഹിൽ കാണാം, കമാ യദുല്ലു അലൈഹി ഹദ്ഫുൽ മഫ്ഊലി ലിതദ്ഹബ അൻഫുസുഹും കുല്ലൽ മദ്ഹബ്, സർവ്വ സംഗതികളുടെയും വിതരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖേനയാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇന്നത് വിതരണം ചെയ്യുന്ന ആള് എന്ന് പറയായിരുന്നു. എല്ലാ നന്മയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖേനയാണ്. ഞാനീ പറഞ്ഞ സംഗതി എല്ലാം മിർഖാത്തിൽ ഹദീസിന്റെ ശർഹിൽ വിവരിച്ചിട്ടുണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമകളാണ് സർവ്വ നന്മകളുടെയും വിതരണം നബി തങ്ങൾ മുഖേനയാണ്. അതുകൊണ്ടാണ്
കഴിഞ്ഞുപോയ അമ്പിയാക്കൾ വരെ വകുല്ലുഹും മിർ റസൂലില്ലാഹി മുൽതമിസു വർഫം മിനൽ ബഹരി ഔ റസ്ഫം മിനദ്ദിയമി. ഇമാം ബുസ്രി റളിയല്ലാഹു അൻഹു അതാണ് പറഞ്ഞത്. കഴിഞ്ഞുപോയ അമ്പിയാക്കൾക്ക് തന്നെ കിട്ടിയിട്ടുള്ള മൗജിദത്തുകളും മഹത്വങ്ങളും എല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകുന്ന കടലിൽ നിന്ന് മുക്കിയെടുത്ത കുറച്ച് ഭാഗം മാത്രമാണ്. എല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖേനയാണ് വിതരണം. ഇരിക്കട്ടെ, ആ മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സർവ്വ നന്മകളും വിതരണം ചെയ്യുന്ന നേതാവ്. അത് തന്നെയാണ് പരിശുദ്ധ ഖുർആൻ വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. മുസ്ലിമീങ്ങൾക്ക് നല്ല പറഞ്ഞത് ആലമീൻ, സർവ്വ സൃഷ്ടികൾക്കും, മുസ്ലിമിനും അമുസ്ലിമിനും, മതമുള്ളവനും ഇല്ലാത്തവനും, മനുഷ്യർക്കും മലക്കുകൾക്കും ജിന്നുകൾക്കും സൃഷ്ടികൾക്കും മുഴുവനും അനുഗ്രഹമായും കാരുണ്യമായും മാത്രം നിയോഗിക്കപ്പെട്ട നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കപ്പെട്ടത് എന്തിനാണ്? ബുഇസ്തു ലി ഉതമ്മിമ മകാരിമൽ അഖ്ലാഖ്. ഏറ്റവും നല്ല സ്വഭാവം, ഏറ്റവും ഉന്നതമായ സ്വഭാവം, ആ സ്വഭാവം പൂർത്തീകരിച്ച് ജനങ്ങൾക്ക് കൊടുക്കാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിയോഗിക്കപ്പെട്ടിട്ടുള്ളതെന്ന് അവിടുന്ന് തന്നെ പറയും. അത് തന്നെയാണ് സൂറത്ത് യാസീനിന്റെ തുടക്കത്തിൽ യാസീൻ വൽ ഖുർആനിൽ ഹകീം, ഈ മഹത്തായ ഭദ്രമായ ഖുർആൻ തന്നെ സത്യം, ഇന്നക ലമിനൽ മുർസലീൻ, നിശ്ചയം ഓ നബിയെ തങ്ങൾ അല്ലാഹു നിയോഗിച്ചയച്ചിട്ടുള്ള വ്യക്തികളിൽപ്പെട്ട ആള് തന്നെയാണ്. അലാ സിറാത്തിൻ മുസ്തഖീം, നേരെയുള്ള വഴിയുടെ മേലെയാണ് തങ്ങൾ. ഒരു വളവുമില്ല, സ്വഭാവത്തിലുള്ള ജീവിതത്തിന്റെ ഒരു രംഗത്തും ഒരു വളവും ഒരു വക്രതയും ഇല്ല. തീവ്രവാദമോ ഭീകരവാദമോ വർഗീയവാദമോ അക്രമമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മോശമായ വിഷയം ഇല്ലാതെ പൂർണ്ണമായും സത്യത്തിലും നീതിയിലും നന്മയിലും സഹനത്തിലും സഹകരണത്തിലും സമാധാനത്തിലും എല്ലാം ഉൾക്കൊള്ളുന്ന നേർക്കുനേരെയുള്ള വഴി, ആ വഴിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ വെട്ടിത്തെളിയിച്ച് ജനങ്ങൾക്ക് നൽകിയിട്ടുള്ളത്. നിങ്ങൾ നോക്കൂ, മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏത് വിഷയം എടുത്താലും അവിടുന്ന് തന്നെ പറഞ്ഞു, എനിക്ക് നിങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും ഇഷ്ടമുള്ള ആള് ആരാണ്? നിങ്ങളെ കൂട്ടത്തിൽ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആള് ആരാണ്? എനിക്ക് ഏറ്റവും സംതൃപ്തിയുള്ള, ഞാനുമായി അടുത്ത ആള് ആരാണ്? അഹ്സനുക്കും അഹബ്ബുക്കും ഇലയ്യ വഅഖറബുക്കും മിന്നി യൗമൽ ഖിയാമ. അന്ത്യനാളിൽ ഞാനുമായി ഏറ്റവും അടുത്ത വ്യക്തി, ഞാൻ ഏറ്റവും പ്രിയം വെക്കുന്ന വ്യക്തി, അഹ്സനുക്കും അഖ്ലാഖൻ, നിങ്ങളിൽ ഏറ്റവും നല്ല സ്വഭാവം ഉള്ളവരാണ്. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആള് നിങ്ങളിൽ ഏറ്റവും നല്ല സ്വഭാവം ഉള്ളവരാണ്. ഇന്ന അഹബ്ബക്കും ഇലയ്യ വഅഖറബക്കും മിന്നി യൗമൽ ഖിയാമത്തി അഹ്സനുക്കും അഖ്ലാഖൻ വഇന്ന അബ്ഗദക്കും ഇലയ്യ വഅബ്അദക്കും മിന്നി മസാവീകും അഖ്ലാഖൻ. നിങ്ങളിൽ എനിക്ക് ഏറ്റവും വെറുപ്പുള്ള ആള്, ഞാനുമായി ഏറ്റവും അകന്നുപോയ ആള് മോശമായ സ്വഭാവം ഉള്ളവരാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്നേഹം മുഴുവനും സ്വഭാവം നന്നാക്കുന്നിടത്താണ്. നല്ല സ്വഭാവം, നല്ല സ്വഭാവം വേണം. ഭർത്താവിന്റെ സ്വഭാവം ഭാര്യയോട് വളരെ നല്ലതായിരിക്കണം. ചില ആളുകൾ വിവാഹം കഴിക്കുന്ന സമയത്ത് നല്ല സന്തോഷത്തോടെ വിവാഹം കഴിച്ച് പിന്നെ ഭാര്യനോട് കടികടി എന്ന സ്വഭാവം ഒരിക്കലും പാടില്ല. പരിശുദ്ധ ഖുർആനോദി നബിതങ്ങൾ പഠിപ്പിച്ചു വഅശ്റൂഹുന്ന ബിൽ മഅറൂഫ്, ഭാര്യമാരോട് നല്ല നിലക്ക് പെരുമാറണം. ഭാര്യമാർക്ക് ചൂടായാലും നമുക്ക് ചൂടാൻ പാടില്ല. ഭാര്യമാർ മോശമായി പെരുമാറിയാലും തിരിച്ചങ്ങനെ പെരുമാറാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന സ്വഭാവം എന്താണ്? ഇദ്ഫഅ ബില്ലതി ഹിയ അഹ്സൻ ഫഇദല്ലദീ ബൈനക വബൈനഹു അദാവത്തുൻ കഅന്നഹു വലിയ്യുൻ ഹമീം.
നിങ്ങൾ നന്മ കൊണ്ട് തിന്മയെ പ്രതിരോധിക്കണം. തിന്മയെ തടുക്കേണ്ടത് നന്മ കൊണ്ടാണ്, തിന്മ കൊണ്ടല്ല. ഇങ്ങോട്ട് ചീത്ത പറഞ്ഞാൽ പകരം ചീത്ത പറയാ, ഇങ്ങോട്ട് മിണ്ടാതിരുന്ന അങ്ങോട്ട് മിണ്ടാതിരിക്കുക, ഇങ്ങോട്ട് കല്യാണം പറയാതിരുന്ന അങ്ങോട്ട് കല്യാണം പറയാതിരിക്കുക, ഇങ്ങനല്ല. പിന്നെ തിന്മയെ നന്മ കൊണ്ട് പ്രതികരിക്കണം. നബിതങ്ങൾ പഠിപ്പിച്ച സ്വഭാവമാണ്. എത്രത്തോളം എന്നറിയോ? ബഹുമാനപ്പെട്ട സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സദസ്സിലിരിക്കുമ്പോൾ ഒരാൾ വന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ ചീത്ത പറഞ്ഞു. അതിലെടുക്ക് നമ്മൾ കുറ്റ്യാടി സിറാജുൽ ഹുദയുടെ കലണ്ടർ വരുമ്പോൾ, കലണ്ടർ കിട്ടിയിട്ടുണ്ടാവില്ല ആർക്കും, എല്ലാവരും സിറാജുൽ ഹുദന്റെ കിട്ടിയിട്ടുണ്ടാവില്ല, വേറെ കിട്ടിയിട്ടുണ്ടാവില്ല, അതല്ല, എല്ലാവരും ഓരോ കലണ്ടർ വാങ്ങിയിട്ട് ചുമരുമ്മ കൊണ്ടുപോയി തൂക്കിയാൽ സിറാജുൽ ഹുദ ഇപ്പോൾ ഓർമ്മിക്കാലോ. അപ്പോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ഒരാൾ ചീത്ത പറഞ്ഞു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അങ്ങോട്ടൊന്നും പറഞ്ഞില്ല, കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശിഷ്യനാണ്, നബിതങ്ങൾ പഠിപ്പിച്ച സ്വഭാവമാണ്. അങ്ങോട്ടൊന്നും പറഞ്ഞില്ല, ശ്രദ്ധിച്ച് അതിങ്ങനെ കേട്ടു. നബിതങ്ങൾ ഇത് കേട്ടിട്ട് ഇങ്ങനെ ചിരിച്ചു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചീത്ത പറയുന്നത് കേട്ടിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചിരിക്കുകയാണ്. സ്വാഭാവികമായും ശിഷ്യന് ചീത്ത പറയുന്ന കേട്ട ഉസ്താദ് ചിരിക്കൂലല്ലോ, നബിതങ്ങൾ ചിരിക്കുകയാണ്. അങ്ങനെ കുറെ പറഞ്ഞപ്പോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചില കാര്യങ്ങൾക്ക് അദ്ദേഹത്തിന് മറുപടി പറഞ്ഞു. ചീത്ത പറഞ്ഞ മറുപടി അങ്ങ് തുടങ്ങിയപ്പോ നബിതങ്ങൾ എഴുന്നേറ്റ് പോയി കളഞ്ഞു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ബേജാറായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നാലെ പോയിട്ട് പറഞ്ഞു, നബിയെ, എന്നെ അയാൾ ചീത്ത പറഞ്ഞു, ഞാൻ ഒന്നും പറഞ്ഞില്ല, തങ്ങളെ നോക്കി ഇങ്ങനെ ചിരിച്ചു. പിന്നെ ഞാൻ കുറച്ച് മറുപടി അങ്ങ് തുടങ്ങിയപ്പോ തങ്ങൾ എഴുന്നേറ്റ് പോയി കളഞ്ഞു, ദേഷ്യം പിടിച്ചു, തങ്ങൾ പോയി കളഞ്ഞു എന്ന് പറഞ്ഞപ്പോ നബി തങ്ങൾ പറഞ്ഞു, ഞാൻ അങ്ങനെ പോരാൻ കാരണം നിന്നെ അയാൾ ചീത്ത പറയുമ്പോ നീ മിണ്ടാതിരുന്നില്ലേ, അപ്പോഴൊക്കെ അദ്ദേഹത്തിന് മലക്ക് മറുപടി പറയുന്നുണ്ട്, ഒരു മലക്ക് അദ്ദേഹത്തിന് മറുപടി പറയുന്നു. നീ അങ്ങ് തുടങ്ങിയപ്പോ മലക്ക് എണീറ്റ് പോയി, ഞാനും പോയി, പിന്നെ മലക്കിന്റെ മറുപടി ഇല്ല. അപ്പോ എപ്പോഴും മർദ്ദിക്കപ്പെടുന്നവന്റെ ഭാഗത്ത് അല്ലാഹുവും അവന്റെ മലക്കുകളും ഉണ്ടാവും. മർദ്ദിക്കപ്പെടുന്നവന്റെ ഭാഗത്ത് അല്ലാഹുവും അവന്റെ മലക്കുകളും ഉണ്ടാകും. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശേഷം പഠിപ്പിക്കുകയും ചെയ്തു. അല്ലാഹു തആല ഒരു മനുഷ്യനെ വല്ലവരും ആക്രമിച്ചാൽ ആക്രമിക്കപ്പെടുന്നവനെ അല്ലാഹു തആല ഇസ്സത്തിലാക്കും. അത് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും കൂടി പറഞ്ഞു, ഒരാൾ ഒരു കൊടുതിയുടെ വാതിൽ തുറന്നു. കലണ്ടർ വാങ്ങുന്നവർ ഇപ്പൊ നോക്കണ്ട, അപ്പൊ പിന്നെ ഞാൻ പറയുന്നത് മനസ്സിലാവില്ല. കണ്ണിൽ മരുന്നിട്ടിക്കുമ്പോൾ കണ്ണ് നേരെ പിടിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ ഈ മൂക്കിന്റെ മുള്ള ഉണ്ടാവുക. അപ്പോ ആരെങ്കിലും ഒരു കൊടുതിയുടെ വാതിൽ തുറന്നു, എന്തിനു വേണ്ടി? നല്ല ബന്ധം ചേർക്കാൻ വേണ്ടി. എന്നാൽ അല്ലാഹു തആല അദ്ദേഹത്തിന് ഒരു കുറവും വരുത്തൂല, അദ്ദേഹത്തിന് അല്ലാഹു തആല കൂടുതൽ കൊടുത്തുകൊണ്ടിരിക്കും. ഒന്നുകൂടി പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, വല്ലവനും യാചിക്കാനിറങ്ങി, എന്തിനു വേണ്ടി? കുടുങ്ങിയിട്ട് രക്ഷപ്പെടാതെ നിവൃത്തിയില്ലാഞ്ഞിട്ട് യാചിച്ചതല്ല, പിന്നെ ഉള്ളത് വർദ്ധിപ്പിക്കാൻ വേണ്ടി, കൂടുതൽ കിട്ടാൻ വേണ്ടി യാചനക്കിറങ്ങി, അവന് അല്ലാഹു തആല ഖില്ലത്തല്ലാതെ, കുറവല്ലാതെ വർദ്ധിപ്പിക്കൂല. അയാൾക്ക് കുറഞ്ഞു പോകാന്നല്ലാതെ ഒരിക്കലും ദേശപ്പെടണ്ടാവില്ല. ഇത് മൂന്ന് കാര്യവും അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവർ, ഏറ്റവും നല്ല സ്വഭാവമുള്ളവർ, ഇങ്ങോട്ട് തെറ്റ് ചെയ്താലും അങ്ങോട്ട് തെറ്റ് ചെയ്യാത്ത നല്ല സ്വഭാവം. ലൈസ മിന്നാ മൻ ദഅ ഇലാ അസബിയ്യ, വർഗീയതയിലേക്ക് ക്ഷണിക്കുന്നവൻ നമ്മളിൽപ്പെട്ടവനല്ല. നബി തങ്ങൾ അവനെ മാറ്റി നിർത്തി സംസാരിക്കുകയാണ്, അവൻ നമ്മളിൽപ്പെട്ടവനല്ല. കാരണം വർഗീയത എന്ന് പറയുന്നത് ദുഷിച്ച സ്വഭാവമാണ്. വർഗീയതയിലേക്ക് ക്ഷണിക്കുന്നവൻ നമ്മളിൽപ്പെട്ടവനല്ല. ചിലത് അങ്ങനെ പറയേണ്ടി വരും. ഈ ശബരിമലയിൽ ഒരു മുസ്ലിമിന്റെ പേരുള്ള ഒരു പെണ്ണ് കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി പോയി. വാസ്തവത്തിൽ അവൾക്ക് എന്താ അവിടെ പോകേണ്ട ആവശ്യം? അവൾക്ക് എന്താണ് അവിടെ പോകേണ്ട ആവശ്യം? അവളെ ഉപ്പാപ്പാന്റെയോ ഉമ്മാമാന്റെയോ മറ്റോ വീടാണെങ്കിൽ ഉപ്പാപ്പാനെ കാണാൻ പോയി നോക്കാം. ഈ അയ്യപ്പ മഠത്തിൽ പോകേണ്ട ആവശ്യം എന്താണ് ഈ മുസ്ലിം പെണ്ണിന്, മുസ്ലിമിന്റെ പേരുള്ള പെണ്ണിന്? സുബ്ഹാനല്ലാഹ്. അപ്പൊ ഒരു നേതാവ് പറഞ്ഞു, മുസ്ലിം പണ്ഡിതന്മാര് അവളെ ഉപദേശിക്കണമെന്ന് പറഞ്ഞു. മുസ്ലിം പണ്ഡിതന്മാര് ഉപദേശിക്കണമെങ്കിൽ അവൾ നമ്മളിൽപ്പെട്ടതാകണ്ടേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്ക് കണ്ടില്ലേ നിങ്ങൾ? ഫലൈസ മിന്നാ, നമ്മളിൽപ്പെട്ടതല്ല. വർഗീയത ഉണ്ടാക്കുന്നവർ നമ്മളിൽപ്പെട്ടതല്ല. തള്ളിപ്പറയേണ്ടത് തള്ളിപ്പറഞ്ഞേ പറ്റൂ. മുസ്ലിം സ്ത്രീകൾക്ക് ഇസ്ലാമിന്റെ നിയമം എന്താണ്?
വീട്ടിൽ അടങ്ങി ഒതുങ്ങി നിസ്കരിക്കണമെന്ന്, പള്ളിയിൽ വരെ ജുമാക്കും ജമാഅത്തിനും പോകണ്ട, ഒരു സ്ഥലത്തും മൈതാനിയിലും പോണ്ട, മദ്രസയിലും പോണ്ട, വീട്ടിൽ നിന്ന് നിസ്കരിക്കണമെന്ന് നിയമം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഉബയൂത്തുഹുന്ന ഖൈറുൽ ലഹുന്ന, നിസ്കരിക്കാൻ അവർക്ക് അവരുടെ വീടാണ് ഖൈർ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നിസ്കരിക്കാൻ പോലും പള്ളിയിൽ പോണ്ടെന്ന് പറയുമ്പോൾ പിന്നെ അന്യ മതങ്ങളുടെ ആരാധനാലയത്തിൽ പോകേണ്ട ആവശ്യം എന്താ? മുസ്ലിം പെണ്ണാണെങ്കിൽ അവൾക്ക് പോകേണ്ട എന്താ ആവശ്യമുള്ളത്? നാട്ടിൽ കുഴപ്പമുണ്ടാക്കാന്നല്ലാതെ. അപ്പൊ അത്തരം ആളുകൾ ഫലൈസ മിന്ന, നബി തങ്ങൾ നേരത്തെ തന്നെ തള്ളി അങ്ങോട്ട് മാറ്റുകയാണ്. ഫലൈസ മിന്ന, വർഗീയത ഉണ്ടാക്കുന്നവർ നമ്മളിൽപ്പെട്ടവരല്ല. മറിച്ച് സൗഹാർദ്ദവും സഹകരണവും സ്നേഹവും സഹനവുമാണ് ആവശ്യം. സ്വഭാവം നന്നാകണം. ഞാൻ വളരെ ചുരുക്കി പറയാം, ഒരാളെ കണ്ടാൽ പുഞ്ചിരിക്കണം. മാ റഅയ്തു അക്സറ മാ റഅയ്തു അഹദൻ അക്സറ തബസ്സുമൻ മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെപ്പോലെ കൂടുതൽ പുഞ്ചിരിക്കുന്ന ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. ആരെ കണ്ടാലും പുഞ്ചിരിച്ചുകൊണ്ടാണ് അവിടുന്ന് ആരെയും സ്വീകരിക്കുക. അതിന് വലിയ പണിയൊന്നുമില്ല. പുഞ്ചിരിക്കാൻ വലിയ പണിയുണ്ടോ? ഷട്ടർ പൊക്കാൻ വേണോ? ഒന്ന് അല്പം ചുണ്ട് ഒന്നും അങ്ങോട്ട് ഉയർത്താന് ഈ വലിയ ഡാമിന്റെ ഷട്ടർ ഉയർത്തുന്ന ബുദ്ധിമുട്ടാൻ പറ്റുന്നുണ്ടോ? ആർക്കും ആളെ കണ്ടാലും ഒന്ന് പുഞ്ചിരിച്ചൂടെ? പുഞ്ചിരിക്കുക നബി തങ്ങളുടെ സ്വഭാവമാണ്. എന്നിട്ട് അവിടുന്ന് പഠിപ്പിക്കുകയാണ്, രണ്ടാളുകൾ പരസ്പരം കണ്ടുമുട്ടിയിട്ട് അവർ പരസ്പരം കൈകൊടുത്ത് ഹസ്തദാനം ചെയ്താൽ മാമിൻ മുസ്ലിമൈനി യൽതഖിയാനി ഫയതസാഫഹാനി ഇല്ലാ ഗുഫിറ ലഹുമാ ഖബ്ല അൻ യതഫറഖാ. രണ്ടാളുകൾ കണ്ടുമുട്ടിയിട്ട് സലാം പറഞ്ഞ് കൈകൊടുത്താൽ അവരെ ദോഷം പുറത്തുപോയി. കൈകൊടുക്ക പരസ്പരം, വലിയ സുന്നത്താ. കൈ കൊടുക്കുന്ന സ്ഥലത്ത് നിയമങ്ങളുണ്ട്. അന്യപെണ്ണുങ്ങൾക്ക് കൈ കൊടുക്കരുത്, അന്യപെണ്ണുങ്ങൾ അന്യ ആണുങ്ങൾക്കും കൈ കൊടുക്കരുത്. അതുപോലെ തന്നെ കൗമാരപ്രായമുള്ള താടിയും മീശയും മുളക്കാത്ത ചെറുപ്പക്കാരായ കുട്ടികൾ വലിയവർക്ക് കൈ കൊടുക്കാൻ പാടില്ല. അവർക്ക് വലിയവർ കൈ അങ്ങോട്ടും കൊടുക്കാൻ പാടില്ല, ഹറാമാണ്. അതുപോലെ സ്ത്രീകൾ അന്യ സ്ത്രീകൾക്കും കൈ കൊടുക്കാൻ പാടില്ല, കൈ ഇങ്ങോട്ടും കൊടുക്കാൻ പാടില്ല, ഹറാമാണ്. ഇതുപോലെ പകർച്ചവ്യാധിയുള്ള വ്യക്തിയാണെങ്കിൽ അവർക്ക് കൈ കൊടുക്കുന്നത് കറാഹത്താണ്. ഒക്കെ നിയമത്തിന്റെ റൂട്ടിൽ അങ്ങനെ പോകും. അപ്പൊ രണ്ടാളുകൾ പരസ്പരം കൈപിടിച്ച് മുസാഫഹത്ത് ചെയ്താൽ സ്നേഹം പ്രകടിപ്പിക്കല. അതുകൊണ്ട് ദോഷം പുറത്തു പോകുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. പോരാ, രോഗിയെ സന്ദർശിക്കണം. സന്ദർശിച്ചാൽ മാത്രം പോരാ, കാണാനും തൊടാനൊക്കെ പറ്റുന്ന ആളാണെങ്കിൽ അദ്ദേഹത്തിന്റെ തലയിൽ കൈവച്ചു കൊടുക്കണം, അല്ലെങ്കിൽ ശരീരത്തിൽ എവിടെയെങ്കിലും കൈകൊണ്ട് കൈവെക്കണം. എന്നിട്ട് എന്തായി എന്ന് ചോദിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പഠിപ്പിക്കുകയാണ്, സ്വഭാവം പഠിപ്പിക്കുകയാണ്. രോഗിന്റെ അടുത്ത് പോയിട്ട് ദൂരെ നിന്ന് ഫോട്ടോ എടുത്തേക്ക് പോന്നാ പോരാ, അടുത്ത് ചെന്നിട്ട് അദ്ദേഹത്തിന്റെ തലയിൽ കൈവെക്കുക, ശരീരത്തിൽ കൈവെക്കുക, എന്നിട്ട് എന്തായി എന്ന് ചോദിക്കുക. പറ്റുമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മന്ത്രിച്ചു കൊടുത്ത പോലെ മന്ത്രിച്ചു കൊടുക്കുക. അല്ലാഹുമ്മ അദ്ഹിബിൽ ബഅസ റബ്ബന്നാസ് ഇശ്ഫി അൻത ശാഫി ലാ ശിഫാ ഇല്ലാ ശിഫാഉ ശിഫാഅൻ ലാ യുഗാദിറു സഖമൻ വലാ അലമാ. നബി തങ്ങൾ മന്ത്രിച്ചതാണ്. നേരത്തെ ഇവിടെ വരുമ്പോൾ വഴിക്ക് ഒരാൾ വണ്ടിയിൽ വന്ന്, നമ്മുടെ മുസ്ലിം ജമാഅത്തിന്റെ പ്രവർത്തകൻ ഒരു ഭാഗം കുഴഞ്ഞിട്ട് വന്നു. അല്ലാഹു തആല അദ്ദേഹത്തിന് ശിഫ നൽകട്ടെ. മന്ത്രിച്ചു കൊടുക്കുക, രോഗിയെ സന്ദർശിക്കുക, മരിച്ചാൽ ഹാജരാവുക, ക്ഷണിച്ചാൽ ക്ഷണം സ്വീകരിക്കുക. ഒരാൾ കല്യാണം ക്ഷണിച്ചാൽ പോകണം, സാധിക്കുമെങ്കിൽ പോകണം. അങ്ങനെ ക്ഷണിച്ചാൽ സ്വീകരിക്കുക. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഭാവം, പണക്കാരൻ ക്ഷണിച്ചാലും പോകും, പാവപ്പെട്ടവൻ ക്ഷണിച്ചാലും പോകും, വിവേചനമൊന്നുമില്ല. ആളുകളെ ക്ഷണിക്കുമ്പോൾ പാവപ്പെട്ടവനെയും ക്ഷണിക്കും, പണക്കാരനെയും ക്ഷണിക്കും, വിവേചനമില്ല. രോഗിയെ സന്ദർശിക്കാൻ പോകുമ്പോൾ പണക്കാരൻ ആശുപത്രിയില എല്ലാവരും ചെന്ന് നോക്കുക, സാധുക്കളാണ് ആരും തിരിഞ്ഞു നോക്കാതിരിക്കുക, അങ്ങനല്ല. ഇവിടെ പണത്തിനെ അല്ല സന്ദർശിക്കുന്നത്, മനുഷ്യനെയാണ്. പണം സന്ദർശിക്കാനല്ല പറഞ്ഞത്, എന്നെങ്കിൽ ബാങ്കിലാ പോണ്ടേ, രോഗീനല്ലേ കാണാൻ പോകും. അപ്പോ രോഗിയെ സന്ദർശിക്കുക, മയ്യിത്ത് എടുക്കാൻ തയ്യാറാവുക, മയ്യിത്തിന്റെ പരിചരണം നടത്തുക. ഇതൊക്കെ നബി തങ്ങൾ ഇങ്ങനെ പഠിപ്പിക്കുകയാണ്. കണ്ടാ സലാം ചൊല്ലുക, വയുസമ്മിതഹു ഇദാ അതസ, തുമ്മിയാൽ അൽഹംദുലില്ലാ പറയാ, അൽഹംദുലില്ലാ പറഞ്ഞാൽ ഇർഹമുക്കല്ലാഹ് എന്ന് പറയാ. വയൻസഹലഹു ഇദാ ഗാബ, ഒരാൾ സദസ്സിലില്ലെങ്കിലും അദ്ദേഹത്തിന് ഗുണം ആഗ്രഹിക്കുകയും ഗുണം ചെയ്യുകയും ചെയ്യുക. അദ്ദേഹം ദുബായിലാണ്, അദ്ദേഹത്തിന്റെ മകള് അതാ പോകുന്ന സമയത്ത് പല ആൺകുട്ടികളുമായിട്ട് സംസാരിച്ച് പോകുന്നുണ്ട്, നമ്മളെ ശ്രദ്ധയപ്പെട്ടു. എന്നാൽ അതൊട്ടാകെ പറഞ്ഞു നടക്കരുത്. പിന്നെ എന്തു വേണം? അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തണം.
അല്ലെങ്കിൽ ഉമ്മാന്റെ ശ്രദ്ധയപ്പെടുത്തണം. എന്നിട്ട് ആ പെൺകുട്ടിയെ നല്ല വഴിക്ക് കൊണ്ടുവരാൻ നോക്കണം. നേരെ മറിച്ച പെൺകുട്ടിയെ സംബന്ധിച്ചൊട്ടാകെ പറഞ്ഞു നടക്കരുത്. കാരണം നമ്മളെ സ്വന്തം പെൺകുട്ടിയാണെങ്കിൽ നമ്മൾക്ക് എങ്ങനെ ഉണ്ടാകുമെന്ന ചിന്ത വേണം. അവൻ സ്ഥലത്തില്ലെങ്കിലും അവന്റെ ഗുണം പ്രതീക്ഷിച്ചുകൊണ്ടും ഗുണം ഉദ്ദേശിച്ചുകൊണ്ടും പ്രവർത്തിക്കണം. ഇതുപോലെ ഒരു മനുഷ്യൻ തെറ്റ് ചെയ്യാണ്, അക്രമം ചെയ്യാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, സ്വഭാവം പഠിപ്പിക്കാനും, നിന്റെ സഹോദരനെ നീ സഹായിക്കണം. അവൻ അക്രമിയാണെങ്കിലും സഹായിക്കണം, ആക്രമിക്കപ്പെടുന്നവനാണെങ്കിലും സഹായിക്കണം. സ്വാഭാവികമായും സഹാബത്ത് ചോദിച്ചു, നബി ആക്രമിക്കപ്പെടുന്നവനെ സഹായിക്കുന്നത് മനസ്സിലായി, അയാളെ രക്ഷപ്പെടുത്താം. ആക്രമിക്കുന്നവനെ സഹായിക്കൽ എങ്ങനെയാണ് നബിയെ? സുബ്ഹാനല്ലാഹ്, നബിതങ്ങൾ പറഞ്ഞത് വളരെ കറക്റ്റ് വാചകമാണ്. നബിതങ്ങൾ പറഞ്ഞത് അക്രമത്തെ സഹായിക്കണം എന്നല്ല, ആക്രമിക്കുന്ന സഹോദരനെ സഹായിക്കണമെന്നാണ്. അക്രമത്തെ സഹായിക്കണം എന്നല്ല പറഞ്ഞത്, ആക്രമിക്കുന്ന സഹോദരനെ സഹായിക്കണം. അതെങ്ങനെയാണ്? നബിതങ്ങൾ പറയുന്നു, അവനെ ആ അക്രമത്തിൽ നിന്ന് തടയലാണ്, അത് അവനെ സഹായിക്കലാണ്. നിങ്ങൾക്ക് വേഗം മനസ്സിലാകാൻ ഞാൻ പറയാം. ഒരു മനുഷ്യൻ വേറൊരു മനുഷ്യനെ കൊല്ലാൻ പോകുന്നു. അതൊരു വികാരത്തിന്റെ പേരിലാ കൊല്ലാൻ പോകുന്നത്. ആ സമയത്ത് കൊല്ലാൻ പോകുന്നവനെ സഹായിക്കൽ എങ്ങനെയാണ്? ആ കൊല്ലാൻ പോകുന്നവനെ പിടിച്ചു നിർത്തിയിട്ട് അവനോടൊരു 5 മിനിറ്റ് വാത് പറയണം. വാത് എന്ന് പറഞ്ഞാൽ അതിന് മൈക്ക് വേണമെന്നില്ല, നോട്ടീസ് അടിക്കണമെന്നില്ല. നമ്മളങ്ങ് പറഞ്ഞാൽ മതി അവനോട്, എടോ നീ ഇപ്പോൾ അദ്ദേഹത്തെ കൊല്ലാൻ പോവുകയാണ്, ഞാൻ നിന്നോട് ചോദിക്കട്ടെ, അദ്ദേഹത്തിന് ചെറിയ മക്കളില്ലേ? ആ മക്കൾ യതീമായാൽ, നിന്റെ മക്കൾ യതീമായാൽ നിനക്കെങ്ങനെ ഉണ്ടാകും? അദ്ദേഹത്തിന്റെ ഭാര്യ വിധവയായാൽ ആ പെണ്ണിന്റെ പ്രശ്നം എന്തായിരിക്കും? പ്രായമുള്ള ബാപ്പാന്റെയും ഉമ്മാന്റെയും അല്ലെങ്കിൽ അച്ഛന്റെയും അമ്മന്റെയും വിഷമം എന്തായിരിക്കും? ഇതൊക്കെ പറഞ്ഞിട്ട് ഇവൻ ശരിയാകുന്നില്ലെങ്കിൽ ഒന്നും കൂടി പറയാനുണ്ട്. നീ അവനെ കൊന്നാൽ മരിക്കുന്നത് വരെ നിനക്കിവിടെ സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയില്ല. കാരണം എപ്പോഴും പകരം എന്നെ കൊല്ലപ്പെടുന്നത് എപ്പോഴാണ് എന്ന പേടിയോടുകൂടെ ജീവിക്കണം നീ. നിന്റെ ജീവിതം തൊലഞ്ഞു. മറ്റൊരുത്തനെ കൊന്നാൽ നിന്റെ ജീവിതം മരണം വരെ തൊലഞ്ഞു എന്ന് മാത്രമല്ല, നീ അങ്ങനെ എന്നും ഭയത്തോടെ ജീവിക്കണം. ഒരു പക്ഷേ നിന്നെ പകരം കൊല്ലപ്പെടും, ഇല്ലെങ്കിൽ നിന്റെ പേരിൽ കേസ് വരും, നീ എത്രയോ കാലം ജയിലിൽ കിടക്കേണ്ടി വരും. നിന്റെ ആ കുടുംബ ജീവിതം നശിച്ചു, നിന്റെ മക്കള് നശിച്ചു, നിന്റെ ജീവിതം നശിച്ചു. ഇനി ഒരു പക്ഷേ നിന്നെ പകരം കൊല്ലപ്പെടും, അതും നിനക്ക് നാശം തന്നെ. ഇതിന്റെ എല്ലാം പുറമേ അതാ മൻ ഖതല മുഅ്മിനൻ മുതഅമ്മിദൻ ഫജസാഉഹു ജഹന്നം, മനഃപൂർവ്വം നിരപരാധിയെ കൊന്നാൽ അവൻ നരകത്തിൽ തന്നെ. നീ ഇപ്പൊ വികാരത്തിന് അവനെ കൊന്നാൽ നീ പിന്നെ എന്തൊക്കെ ദോഷങ്ങളാണ് അനുഭവിക്കുന്നത്? അത് ശരിക്ക് പറഞ്ഞ് ബോധ്യപ്പെടുത്തിയാൽ അവൻ കൊലയിൽ നിന്ന് മാറി നിൽക്കും. അങ്ങനെ അവനെ തടഞ്ഞു വെക്കണം. ഇനി അതുകൊണ്ടൊന്നും അവൻ തയ്യാറാകുന്നില്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് പറയണം, ഇവൻ ഇന്ന ഒരാളെ കൊല്ലാൻ പോകുന്നുണ്ട്, അവനെ തടഞ്ഞേ പറ്റൂ. തടയുന്നത് അവനെ സഹായിക്കലാണ്. അക്രമത്തെ സഹായിക്കണം എന്നല്ല പറഞ്ഞത്, അക്രമിയെ സഹായിക്കണം എന്നാണ്. ആ സഹായം അവന്റെ ദുനിയാവിലെയും ആഖിറത്തിലെയും ജീവിതം വിജയിപ്പിക്കാനാണ്. ഏതുപോലെ നമ്മളിപ്പോ പുത്തൻവാദികളായ മുജാഹിദ്, ജമാഅത്ത് ഇസ്ലാമി, തബ്ലീഗ് ജമാഅത്ത്, വ്യാജ തരീഖത്ത്, അവരൊക്കെ സഹായിക്കലാ. നമ്മൾ എങ്ങനെയാ അവരെ സഹായിക്കുക? അവരതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ നോക്കുക. കാരണം അവരതിൽ തന്നെ പോയാൽ കാലകാലം നരകത്ത് കിടക്കേണ്ടി വരും. പിന്നെ ഉദാഹരണത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പിഴവ് പറ്റിയിരുന്നു, അതുകൊണ്ട് അല്ലാഹു തആല ആക്ഷേപിക്കുകയുണ്ടായി എന്ന് എഴുതി വെച്ചു മുജാഹിദിന്റെ അൽമനാറിൽ. റസൂലുള്ളാഹിക്ക് പിഴവ് പറ്റിയെന്ന് ഒരുത്തൻ പറഞ്ഞാൽ അവന്റെ ആഖിറം പോയില്ലേ? അപ്പൊ അവനെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തൽ എങ്ങനെ? നീ അതിൽ നിൽക്കണ്ടെന്ന് പറഞ്ഞ് ശരിക്കും പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക, റസൂലുള്ളാഹിന്റെ മഹത്വം മനസ്സിലാക്കി കൊടുക്കുക. അങ്ങനെയാണ് അവനെ രക്ഷപ്പെടുത്തൽ, അതാണ് അവനെ സഹായിക്കൽ. നേരെ മറിച്ച് മുജാഹിദിനൊന്നും പറയണ്ടെന്ന് പറഞ്ഞാലോ അവനെ സഹായിക്കലല്ല, അവനെ തെറ്റിലേക്ക് പിന്നെയും നമ്മൾ ഉന്തിവിടലാണ്. അപ്പൊ അക്രമം ചെയ്യുന്നവരെ അക്രമത്തിൽ നിന്ന് പിന്തിരിപ്പിച്ചുകൊണ്ട് സഹായിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഭാവം പഠിപ്പിക്കുകയാണ്. ഇനി നിങ്ങൾക്ക് കേൾക്കണോ സുഹൃത്തുക്കളെ? സർവരംഗത്തുമുണ്ട്. കളവ് പറയാൻ പാടില്ല, ദുഷ്ട സ്വഭാവമാണ്. അവിടുന്ന് പറയുന്നു, മൻ കദബ ഇദാ കദബൽ അബ്ദു, ഒരാൾ കള്ളം പറഞ്ഞാൽ തബഅദൻഹുൽ മലക്കു, മലക്ക് അവനിൽ നിന്ന് അകന്നു പോകും. അല്ലാഹുവിന്റെ ഹാഫിളീങ്ങളായ കാവലിനുള്ള മലക്കുകളുണ്ട്, റഹ്മത്ത് എത്തിച്ചു കൊടുക്കുന്ന മലക്കുകളുണ്ട്. അങ്ങനെയുള്ള മലക്കുകൾ ഒരാൾ കള്ളം പറഞ്ഞാൽ ആ മലക്ക് അവനെയും വിട്ടങ്ങ് പോകും. എന്താ കാരണം? അവൻ കൊണ്ടുവന്ന വിഷയത്തിന്റെ ദുർഗന്ധത്താൽ.
കളവിന് വല്ലാത്ത ദുർഗന്ധമാണ്, വല്ലാത്ത നാറ്റമാണ് കളവിന്. പക്ഷേ നിങ്ങൾ ചോദിക്കുമ്പോൾ ഇത്ര ആൾ കളവ് പറയുന്നത് നമുക്ക് നാറുന്നില്ലല്ലോ, നമ്മൾക്ക് മൂക്കില്ലാത്തത് കൊണ്ടാണ്. അതായത് ആ നാറ്റം അനുഭവിക്കേണ്ട മൂക്ക് നമുക്കില്ല. നിങ്ങൾ ചീഞ്ഞു ഞാറുന്ന ഒരു ശവത്തിന്റെ സമീപത്തൂടെ പോകുമ്പോ നന്നായിട്ട് ജലദോഷം പിടിച്ചിട്ട് മൂക്കടച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നാറൂല. അതിന്റെ കാരണം നിങ്ങളെ രോഗമാണ്, നിങ്ങളെ മൂക്കിന്റെ രോഗമാണ്. അതിന് കാരണം നാറ്റില്ലാഞ്ഞിട്ടല്ല. ഇതുപോലെ കളവ് പറഞ്ഞാൽ മലക്കുകൾക്കത് നാറുന്നുണ്ട്. അതിന്റെ ദുർഗന്ധം അവരനുഭവിക്കുമ്പോൾ അവര് മാറി നിൽക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. അതുകൊണ്ട് സത്യം മാത്രമേ പറയാവൂ എന്ന് മാത്രമല്ല നബി തങ്ങൾ പറയാണ്, അതാ വലിയ ചതി നടത്തുന്നവൻ ആരാണ്, വലിയ ചതി നടത്തുന്നവൻ ആരാണ്? ഏറ്റവും വലിയ ചതിയാണ് നീ നിന്റെ സഹോദരനോടൊരു വിഷയം പറയുന്നു, അവൻ വിചാരിക്കുന്നു നീ പറയുന്നത് സത്യമാണെന്ന്. കാദിബ്, നീ കള്ളം പറഞ്ഞുകൊണ്ട് അവനെ പറ്റിക്കാണ്. അങ്ങനെ ആര് നിന്നോട് കളവും പറയുന്നുണ്ടോ അവൻ നിന്നെ ചതിക്കുന്നവനാണ്. അതുകൊണ്ട് ആ ചതിയനായി നീ ലോകത്ത് ജീവിക്കരുത്, നീ കള്ളം പറയരുത്, നീ ഒരാളെയും ശപിക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഇന്നൽ ലആനീന ലാ യകൂനൂന ശുഹദാ വലാ ശുഫആ യൗമൽ ഖിയാമ. ഖിയാമത്ത് നാളിൽ ശുപാർശ പറയാനോ സാക്ഷി പറയാനോ ഒന്നിനും അധികാരം കിട്ടൂല ശപിക്കുന്നവർക്ക്. ചില സ്ത്രീകളുണ്ട്, ദേഷ്യം പിടിക്കുമ്പോൾ ചെറിയ മക്കളെ ശപിക്കും, വീട്ടിലുള്ള കോഴിയെ ശപിക്കും. എന്തൊരു ഹലാക്കിന്റെ കോഴി, അങ്ങനത്തെ വർത്തമാനം പറയാൻ പാടില്ല. കോഴിയെയും ശപിക്കാൻ പാടില്ല, ഒരു ജീവിയെയും ശപിക്കാൻ പാടില്ല. അങ്ങനെ ശപിക്കുന്നവർക്ക് പടച്ചവന്റെ അടുക്കൽ സ്ഥാനമില്ല. ശാപത്തിന്റെ വർത്തമാനം പറയാൻ പാടില്ല. ഇതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഒരിക്കലും തന്നെ ഹലക്കന്നാസ്, എല്ലാവരും നശിച്ചുപോയി, അങ്ങനെ പറയാൻ പാടില്ല. അപ്പൊ ആളുകൾ തീരെ നിരാശരായി പോവില്ലേ, ഇങ്ങനെ പറയാൻ പാടില്ല. ഫഹുവ അഹ്ലകഹും, അങ്ങനെ വരുമ്പോൾ എല്ലാവരും നശിച്ചു പോയി പിന്നെ അവർക്കൊരു മനസ്സിനൊരു റാഹത്തുണ്ടാവില്ല, ഒരിക്കലും നന്നാവൂല, ഞങ്ങൾ എന്തായാലും പോയില്ലേ എന്ന് വിചാരിക്കും. അങ്ങനെ പറയാൻ പാടില്ല. അത് ഒരു അർത്ഥം, ഒരു വായനയും ഒരർത്ഥവുമാണ്, വേറൊരു വായനയും അർത്ഥവും അതിനുണ്ട്. ഫഹുവ അഹ്ലകഹും, ഏറ്റവും നശിച്ചവൻ അവനാണ്, അങ്ങനെയും ഉണ്ട്. ഏതായിരുന്നാലും എല്ലാവരും നശിച്ചുപോയി, അങ്ങനെ ഒരു വർത്താനം പറയാൻ പാടില്ല. ഇതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, വേറെ ഒരുത്തന്റെ കുറ്റം പറയാൻ പാടില്ല. അങ്ങനെ കുറ്റം പറഞ്ഞാൽ അവൻ ഉദ്ദേശിക്കുന്നത് ഞാൻ നല്ലവനാണ് എന്നാണ്. അങ്ങനെ മറ്റൊരാളെ കുറ്റം പറയാൻ പാടില്ല. അതല്ലേ ഖുർആനിൽ അയ്യുഹല്ലദീന ആമനൂ ഇജ്തനിബൂ കസീറൻ മിനൽ ളന്നി ഇന്ന ബഅദൽ ളന്നി ഇസ്മുൻ വലാ തജസ്സസൂ വലാ യഗ്തബ് ബഅദുകും ബഅദാ. ഒരാളെ പറ്റിയും തെറ്റിദ്ധാരണ ഉണ്ടാകാൻ പാടില്ല. മുഅ്മിനീങ്ങളായ ആളുകൾ നല്ലതേ എല്ലാവരെ കുറിച്ചും ധരിക്കാവൂ, ബടക്ക് ധരിക്കാൻ പാടില്ല. അതുപോലെ തന്നെ ആരുടെയും കുറ്റം പറയാൻ പാടില്ല. ഇതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഖൈറു ഇബാദില്ലാഹി ഇദാ റഊ ദുകിറല്ലാഹ്, അല്ലാഹുവിന്റെ അടിമകളിൽ ഏറ്റവും നല്ലവര് അവരെ കണ്ടാൽ തന്നെ അല്ലാഹുവിനെ ഓർമ്മ വരും, അവരെ കണ്ടാൽ തന്നെ അല്ലാഹുവിനെ ഓർമ്മ വരും. അങ്ങനത്തെവരാണ് അള്ളാന്റെ അടിമകളിൽ ഏറ്റവും നല്ലവര്. എന്നാൽ വശിറാറു ഇബാദില്ലാഹി, അള്ളാഹുവിന്റെ അടിമകളിൽ വെച്ച് ഏറ്റവും നാശം പിടിച്ചവര് അൽ മസ്സാഊന ബിന്നമീമത്തി വൽ മുതഫർരിഖൂന ബൈനൽ അഹിബ്ബത്തി അൽ ബാഗൂനൽ ബറാ അൽ അനതാ. ഏറ്റവും നാശം പിടിച്ചവർ പരസ്പരം തെറ്റിക്കുന്നവരാണ്. അതിന് വരെ ഏഷണി പറയാനുള്ളത്, ഏഷണി അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിക്കാൻ വേണ്ടിയുള്ള വർത്താനം പറയാം. അവരാണ് ഏറ്റവും നാശം പിടിച്ചവർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹിക്കുന്നവരെ തെറ്റിക്കാൻ വേണ്ടി, ഭാര്യയും ഭർത്താവും തമ്മിൽ തെറ്റിക്കാൻ വേണ്ടി ഭർത്താവിനോട് ഭാര്യനെ പറ്റി പറഞ്ഞു കൊടുക്കുക, ഭാര്യനെ പറ്റി ഭർത്താവിനോട് പറഞ്ഞു കൊടുക്കുക. നിങ്ങളിവിടെ ഒന്നും പിന്നെ അങ്ങനെ ഉണ്ടാവില്ല. ചില ഉമ്മാരുണ്ട് സ്വന്തം മക്കളെയും ഭാര്യനെയും തെറ്റിക്കാൻ വേണ്ടി ഭാര്യന്റെ ഉള്ള കുറ്റം തീർത്തും മക്കളോട് പറയുന്നവർ. അങ്ങനെയല്ല വേണ്ടത്. ഉമ്മാരെന്താ വേണ്ടത്? ഉമ്മാര് ഭാര്യനോ കുറെ കുറ്റം കണ്ടാൽ തന്നെ ആ ചെറിയ പെൺകുട്ടിയല്ലേ, ആ പെൺകുട്ടീനെ വിളിച്ച് മോളെ ഇങ്ങനെയാ വേണ്ടത്, അങ്ങനെയാ വേണ്ടത്, അങ്ങനല്ല ഇങ്ങനല്ല, ഞാൻ എൻ്റെ ഉമ്മയല്ലേ എന്നുള്ള സ്നേഹം കൊണ്ട് പറയാം, നല്ല സൗമ്യമായി പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് ആ പെൺകുട്ടീനെ നന്നാക്കി എടുക്കുക. നേരെ മറിച്ച് എന്തെങ്കിലും ഒരു കുറ്റം കാണുമ്പോഴേക്ക് ഭർത്താവിനോട് എൻ്റെ ഭാര്യ അങ്ങനെ, എൻ്റെ ഭാര്യ ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട് ആ ഭാര്യനെയും ഭർത്താവിനെയും തമ്മിൽ തെറ്റിക്കുന്ന ഉമ്മാരാകാൻ പാടില്ല. ഇതുപോലെ തന്നെ ചില പെൺകുട്ടികളും ഉണ്ട് കേട്ടോ, കൂടുതൽ വിവരമില്ലാത്ത ആൺകുട്ടികളെയും ഉമ്മാനെയും തെറ്റിച്ച് കളയുന്നവർ, ഉമ്മാനെയും മകനെയും തെറ്റിച്ച് കളയുന്നവർ ചില പെങ്ങന്മാരുണ്ട്. നിങ്ങളിവിടെ ഒന്നും പിന്നെ അങ്ങനത്തെ ആൾക്കാർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഏറ്റവും നാശം പിടിച്ചവർ നബി തങ്ങൾ അങ്ങനെയാ പറഞ്ഞത്.
പരസ്പരം സ്നേഹിക്കുന്നവരെ തെറ്റിച്ചു കളയുന്ന, വിട്ടുപിരിച്ചു കളയുന്ന, ഏഷണി പറയുന്നവർ, എപ്പോഴും കുറ്റവും കുറവും നോക്കി പിടിക്കുന്നവർ. ഞാൻ പഴയ കാലത്തൊക്കെ വയറു പറയുന്ന സമയത്ത് പറയാറുണ്ടായിരുന്നു, രാവിലെ ഒരു പുതിയ പെണ്ണ് വീട്ടിൽ വന്ന് അങ്ങനെ സുബഹി നിസ്കരിച്ച് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഈ പെൺകുട്ടി നേരത്തെ തന്നെ എണീറ്റ് തഹജ്ജുദൊക്കെ നിസ്കരിച്ച് സുബഹി കളാകാതെ സുബഹി നിസ്കരിച്ച് എല്ലാം കഴിഞ്ഞിട്ട് ഈ പെൺകുട്ടി ഇങ്ങനെ ഖുർആൻ ഓതുകയാണ്. അപ്പണ്ട് ഈ ഉമ്മ സുബഹികരിച്ചിട്ടില്ല, ഏകദേശം ഉദിച്ചതിന് ശേഷം ഇങ്ങനെ എണീറ്റ് വരുമ്പോൾ തന്നെ ഇവളിങ്ങനെ ഖുർആൻ ഓതുന്നത് കണ്ട് ഉടനെ തന്നെ ഈ പെൺകുട്ടി, നേരം വെളുക്കുമ്പോൾ തന്നെ മുസാബ് എടുത്ത് വെച്ച് മൊയിലേറായിക്കാം, എനിക്ക് അവിടെ ഒന്ന് അടിച്ചു വാരിക്കൂടായിരുന്നു, ചൂലെടുത്തിട്ട് അടിച്ചു വാരിക്കൂടായിരുന്നു. അപ്പൊ ഈ പെൺകുട്ടി മനസ്സിലാക്കി ഉമ്മാക്ക് സംതൃപ്തി ഉണ്ടാണെങ്കിൽ ഖുർആനോത്ത് കുറച്ചും കൂടി നേരത്തെ ആക്കാം, സുബഹികരിച്ചോടനെ അടിച്ചു വരാൻ വിചാരിച്ചു. പിറ്റേന്ന് രാവിലെ ചൂലെടുത്തിട്ട് ഇങ്ങനെ അടിച്ചു വരികയാണ്. അപ്പണ്ടി ഉമ്മ ഇറങ്ങിയിരുന്നു, നേരം വെളുക്കുമ്പോൾ തന്നെ കണി കാണാൻ ചൂല. ഇങ്ങനത്തെ ചില ഉമ്മാരുണ്ട്, നിങ്ങളാടുന്ന അങ്ങനത്തെ ഉമ്മാരില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. എന്തുണ്ട് ഈ പെൺകുട്ടിക്ക് കുറ്റം നോക്കി നടക്കുന്നവര്? അവരെ പറ്റി ആ നബിതങ്ങൾ പറഞ്ഞു, അല്ലാഹുവിന്റെ അടിമകളിൽ ഏറ്റവും നാശം പിടിച്ചവര് പരസ്പരം തെറ്റിക്കുന്ന വർത്തമാനം പറയുന്നവര്. അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. ഇതുപോലെ തന്നെ ഭർത്താവിനോട് രാത്രി സമയത്ത് തലേണി മന്ത്രം നടത്തിയിട്ട് ഉമ്മാനെ തെറ്റിക്കരുത്. ഉമ്മയും ബാപ്പയും എന്ന് പറഞ്ഞാൽ സുബ്ഹാനല്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹുമാ ജന്നത്തുക വനാറുക, നിന്റെ സ്വർഗവും നിന്റെ നരകവും രണ്ടും ഉമ്മയും ബാപ്പയാണ്. സ്വർഗത്ത് കടക്കണോ ഉമ്മാനെ ബാപ്പനെ പൊരുത്തം വയ്ക്കോ, നരകത്ത് കടക്കണോ അവരുടെ പൊരുത്തം വാങ്ങാതെ പോയിക്കോ. ഉമ്മയും ബാപ്പയും എന്ന് പറഞ്ഞ ചെറിയ സംഗതിയല്ല. അവൻ നിന്ദ്യനായിപ്പോയി എന്ന് 3 തവണ അങ്ങ് പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സഹാബത്ത് ചോദിച്ചു, ആര്? ബാപ്പയോ ഉമ്മയോ? അല്ലെങ്കിൽ ബാപ്പയും ഉമ്മയും രണ്ടാളും പ്രായമായിട്ട് അതാ അവനെ സ്വർഗത്തിൽ കടത്തിയില്ല, അഥവാ അവർക്ക് പ്രായമായിട്ട് അവർക്ക് ഖിദ്മത്തെടുത്ത് അവരെ ശുശ്രൂഷിച്ച് അയാള് സ്വർഗം സമ്പാദിച്ചില്ല. സ്വർഗം കിട്ടാൻ നല്ല ചാൻസ് ആയിരുന്നു ബാപ്പാനെ നോക്കല്, സ്വർഗം കിട്ടാൻ നല്ല ചാൻസ് ആയിരുന്നു ഉമ്മാനെ നോക്കല്. ചിലരുണ്ട് ഉമ്മാക്ക് തീരെ സുഖല്ല, അപ്പൊ ഇവനും ഭാര്യയും കുറെ സായി നോക്കുന്നു, കുറെ മക്കളുണ്ട്, അവർക്കെല്ലാം ഭാര്യമാരുണ്ട്, പെങ്ങന്മാരുണ്ട്. അപ്പം എല്ലാം ഈ ഭാര്യ ചോദിക്കും ഇവനോട് ചിലപ്പോ, ഇതെത്ര ദിവസമായി നമ്മൾ നോക്കുന്നു, അവർക്കെല്ലാം എന്താ പണി? സുബ്ഹാനല്ലാഹ്. അപ്പൊ ഇവന്റെ മനസ്സിൽ വസ്വാസായി. ഇവൻ പിറ്റേത് തന്നെ ബാക്കിയുള്ളോട്, ഇതാ ഞാൻ തന്നെ നോക്കണമെന്നുണ്ടോ ഉമ്മാനെ? എടോ സ്വർഗത്ത് കിടക്കാൻ എനിക്ക് ചാൻസ് കിട്ടിയാൽ പിന്നെ വേറെ ഒത്തിരി കൊടുക്കരാ, അത് എനിക്ക് തന്നെ കിട്ടണമെന്നല്ലേ വിചാരിക്കേണ്ടത്? ആരെങ്കിലും ഒരാളുടെ നല്ല ചാൻസ് കിട്ടുമ്പോൾ വേണ്ടാന്ന് പറയുന്നത്? എനിക്ക് കിട്ടണമെന്നല്ലേ വിചാരിക്കേണ്ടത്? സ്വർഗത്ത് കിടക്കാനുള്ള ഏറ്റവും നല്ല ചാൻസ് ആണ് ബാപ്പ ഉമ്മാക്ക് ഖിദ്മത്തെടുക്കൽ, ബാപ്പ ഉമ്മാന്റെ പൊരുത്തം വാങ്ങൽ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ബാപ്പ ഉമ്മ ചെറിയ സംഗതിയല്ല, അവരുടെ പൊരുത്തമില്ലാതെ സ്വർഗമില്ല. അപ്പൊ ബാപ്പ ഉമ്മാനെ പരിഗണിക്കേണ്ടതുപോലെ പരിഗണിച്ചോളണം. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഭാവങ്ങളെ എല്ലാ സ്വഭാവങ്ങളും പഠിപ്പിക്കുകയാണ്. ബാപ്പ ഉമ്മാന്റെ വെറുപ്പിലാണ് അള്ളാന്റെ വെറുപ്പ്, ബാപ്പ ഉമ്മാന്റെ തൃപ്തിയിലാണ് അള്ളാഹുവിന്റെ തൃപ്തി. അപ്പൊ ഒരിക്കലും തന്നെ ബാപ്പ ഉമ്മയെ അവഗണിക്കരുത്. അയൽവാസിക്ക് നന്മ ചെയ്യണം, അയൽവാസിക്ക് നന്മ ചെയ്യണം, ശല്യം ചെയ്യരുത്. ശല്യം ചെയ്താൽ മൂമിനാവൂല, മുസ്ലിമാവൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, അതാ വല്ലദീ നഫ്സീ ബിയദിഹി, എന്റെ ശരീരം ഏതൊരു റബ്ബിന്റെ അധികാരത്തിലാണോ ആ റബ്ബിനെ മുൻനിർത്തി സത്യം ചെയ്ത് ഞാൻ പറയട്ടെ, ലാ യുസ്ലിമു അബ്ദുൻ ഹത്താ യുസ്ലിമ ഖൽബുഹു വലിസാനുഹു, മനസ്സ് മുസ്ലിമാകാതെ ഒരാൾ മുസ്ലിമാവൂല, നാവ് മുസ്ലിമാകാതെ മുസ്ലിമാവൂല. എന്ന് പറഞ്ഞാലോ മനസ്സ് അള്ളാഹുവിന് കീഴ്പ്പെടണം, അള്ളാഹുവിന് വിധേയപ്പെടണം, അള്ളാഹു ഏത് നിയമം തന്നാലും സ്വീകരിക്കുന്നവനാകണം. പുത്തൻവാദിക്ക് ആ ഒരു അവസ്ഥയില്ല. അള്ളാഹുവിന്റെ ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസും സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ അവരെ വീടാണ് ഖൈറ് എന്ന് പറഞ്ഞപ്പോ പുത്തൻവാദിക്ക് അത് അംഗീകരിക്കാൻ കഴിയുന്നില്ല. കാരണം അവന്റെ മനസ്സ് മുസ്ലിമായിട്ടില്ല, മനസ്സ് അള്ളാഹുവിന് വിധേയപ്പെട്ടിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് അല്ലാഹു തആല വന്നജ്മി ഇദാ ഹവാ,
മാ ളല്ല സാഹിബുക്കും വമാ ഖവാ, നബി തങ്ങൾ പിഴച്ചിട്ടില്ല എന്ന് സത്യം ചെയ്തുകൊണ്ട് അല്ലാഹു പറഞ്ഞു. പക്ഷേ മുജാഹിദിന് അത് അംഗീകരിക്കാൻ കഴിയുന്നില്ല. മുഹമ്മദ് നബി പിഴച്ചു എന്നാണ് അവർ പറഞ്ഞത്. കാരണം അവന്റെ മനസ്സ് മുസ്ലിമായിട്ടില്ല. ഇതുപോലെ തന്നെയാണ് വലം യകുല്ലഹു കുഫുവൻ അഹദ്, അല്ലാഹുവിന് തുല്യനായി ഒരാളും ഇല്ല, ഒന്നുമില്ല. ലൈസ കമിസ്ലിഹി ശൈഉൻ വഹുവ സമീഉൽ ബസീർ, അല്ലാഹുവിന് തുല്യനായി ഒന്നുമില്ല, ആരുമില്ല. ഖുർആൻ ആവർത്തിച്ച് പറഞ്ഞിട്ട് പിന്നെയും അല്ലാഹു കൈയുണ്ട്, കാലുണ്ട്, കയറുന്നു, ഇറങ്ങുന്നു എന്നൊക്കെ പുത്തൻവാദി പറഞ്ഞു. കാരണം അവന്റെ മനസ്സ് മുസ്ലിമായിട്ടില്ല, മനസ്സ് വിധേയപ്പെട്ടിട്ടില്ല. ഖുർആൻ പഠിപ്പിച്ചത് അവൻ അംഗീകരിക്കാൻ കഴിയുന്നില്ല. വലൗ അന്നഹും ളലമു അൻഫുസഹും ജാഊക ഫസ്തഗ്ഫിറുല്ലാഹ വസ്തഗ്ഫറ ലഹുർ റസൂലു ലവജദുല്ലാഹ തവ്വാബർ റഹീമ. അല്ലാഹുവിന്റെ റസൂലിനോട് നിങ്ങൾ സങ്കടം പറഞ്ഞോളൂ. തെറ്റ് വന്നു പോയിട്ടുണ്ടെങ്കിൽ ആ റസൂലുള്ള നിങ്ങൾക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യുകയും നിങ്ങൾ അല്ലാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കുകയും ചെയ്താൽ അല്ലാഹ് പൊറുത്തു തരുമെന്ന് ഖുർആൻ പഠിപ്പിക്കുകയാണ്. അത് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു അടക്കമുള്ള ഇമാമികൾ അത് വിവരിക്കുകയാണ്. പക്ഷേ റസൂലുള്ളാഹിനോട് പറയാൻ പുത്തൻവാദിയുടെ മനസ്സനുവദിക്കുന്നില്ല. കാരണം അവന്റെ മനസ്സ് മുസ്ലിമായിട്ടില്ല. ലാ യുസ്ലിമു അഹദുക്കും, നിങ്ങളിൽ ഒരാളും മുസ്ലിമാവൂല ഹത്താ യുസ്ലിമ ഖൽബുഹു, അവന്റെ മനസ്സ് മുസ്ലിമാകാതെ മുസ്ലിമാകൂല. വലിസാനുഹു, അവന്റെ നാവും മുസ്ലിമാകണം. നാവ് അല്ലാഹ് പൊരുത്തപ്പെടുന്നതിൽ മാത്രം ഉപയോഗപ്പെടുത്തണം. ഇത് പറഞ്ഞിട്ട് നബി തങ്ങൾ പറഞ്ഞതാണ് വലാ യുമിനു ഹത്താ യഅ്മന ജാറുഹു ബവായിഖ, അയൽവാസിയായ മനുഷ്യന്റെ മനസ്സിൽ, തൊട്ടടുത്ത വീടുകളിലുള്ള മനുഷ്യന്റെ മനസ്സിൽ, അത് മുസ്ലിമാകട്ടെ, ഹിന്ദു ആകട്ടെ, ക്രിസ്ത്യാനി ആകട്ടെ, മതമുള്ളവനാകട്ടെ, ഇല്ലാത്തവനാകട്ടെ, നിന്റെ തൊട്ടടുത്തവന്റെ മനസ്സിൽ നിന്നെ കുറിച്ചൊരു വിശ്വാസം ആർജിക്കാൻ കഴിയണം. അദ്ദേഹത്തെ കൊണ്ട് എനിക്കൊരു ശല്യമുണ്ടാവില്ല എന്ന് നിന്നെ സംബന്ധിച്ച് വിശ്വാസം ആർജിക്കാത്ത കാലത്തോളം നീ മോമിനാകൂല, വിശ്വാസിയാകൂല. അവനെ കൊണ്ട് എനിക്കൊരു ശല്യം ഉണ്ടാകൂല എന്ന് തൊട്ടടുത്ത വീട്ടുകാരന്റെ മനസ്സിൽ വിശ്വാസം നേടാൻ നിനക്ക് കഴിയണം, അല്ലാതെ മോമിനാകൂല. അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു റിപ്പോർട്ടിൽ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, ഒരാൾക്കും ശല്യം ചെയ്യരുത്. പൂച്ചയെ പിടിച്ച് കെട്ടിയിട്ട് ഭക്ഷണം കൊടുക്കാത്തോണ്ട് ഒരു സ്ത്രീ നരകത്തിൽ കടന്നുപോയി. പൂച്ച എന്ന് പറഞ്ഞാൽ കറന്ന് പാലെടുക്കാൻ പറ്റൂല, മുട്ട പൊട്ടുണ്ടാവുകയില്ല, തോല് പൊളിച്ചിട്ടതും പറ്റൂല, ഇറച്ചി തിന്നാനും പറ്റൂല. പിന്നെയോ ആ പൂച്ചയെ ഒരാൾ പിടിച്ച് കെട്ടിയിട്ടതുകൊണ്ട്, അതിന്റെ പേരിൽ അതിന് ഭക്ഷണം കിട്ടാതെ വിഷമിപ്പിച്ചതുകൊണ്ട് ഒരു സ്ത്രീ നരകത്തിൽ കടന്നുപോയി. ഒരു പൂച്ചയെയും ആക്രമിക്കാൻ പാടില്ല, അനീതി ചെയ്യാൻ പാടില്ല. അതേസമയത്ത് നായക്ക് വെള്ളം കൊടുത്തതുകൊണ്ട് ഒരാളെ ദോഷം പുറത്തുപോയി. തൊട്ടാൽ 7 പ്രാവശ്യം കഴുകേണ്ട ജീവിയാണ് നായെങ്കിലും അതിനോടും കാരുണ്യം കാണിച്ചാൽ സ്വർഗമാണ്. ഇത് പഠിപ്പിച്ച റഹ്മത്തുൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ രംഗത്തും നമുക്ക് നല്ല സ്വഭാവം പഠിപ്പിക്കുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറ്റവും നല്ല സ്വഭാവം മൻ ഖദാ ലി അഹദിൻ മിൻ ഉമ്മത്തി ഹാജതൻ യുരീദു യസുറഹു, ഒരു മനുഷ്യനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അവന്റെ ഒരാവശ്യം നിർവഹിച്ചു കൊടുത്താൽ, അദ്ദേഹത്തിന് തൽക്കാലം ഒരു കടം കിട്ടേണ്ടതുണ്ട്, അല്ലെങ്കിൽ ഒരു സഹായം ലഭിക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ ഒരു സാന്ത്വന പ്രവർത്തനം ആവശ്യമുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് അതാ ഒരു സന്തോഷം കൊടുക്കേണ്ടതുണ്ട്. അങ്ങനെ സന്തോഷിപ്പിച്ചാൽ ഫഖദ് സറനി, അവൻ എന്നെ സന്തോഷിപ്പിച്ചവനാണ്. വമൻ സറനി, എന്നെ ഒരാൾ സന്തോഷിപ്പിച്ചാൽ ഫഖദ് സറല്ലാഹ്, അവൻ അല്ലാഹനെ സന്തോഷിപ്പിച്ചവനാണ്. വമൻ സറല്ലാഹ്, അല്ലാഹനെ സന്തോഷിപ്പിച്ചാൽ അദ്ഖലഹുൽ ജന്ന, അവൻ അല്ലാഹ് സ്വർഗ്ഗത്തിൽ കടത്തുന്നതാണ്. മറ്റുള്ളവർക്കൊക്കെ സന്തോഷം ഉണ്ടാക്കുക. എത്രത്തോളം എന്നറിയോ? ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, സുന്നത്ത് നോമ്പ് എടുത്ത് നമ്മളൊരു സ്ഥലത്ത് പോയി നല്ല ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ട് ഉസ്താദ് കഴിച്ചേ പറ്റൂ തന്നെ, സുന്നത്ത് നോമ്പാണ്, ഉസ്താദ് കഴിച്ചില്ലെങ്കിൽ അയാളെ മനസ്സിന് വല്ലാത്ത വിഷമം തോന്നും. ഞാൻ സുന്നത്ത് നോമ്പ് അങ്ങ് മുറിച്ചില്ല, എന്നിട്ട് ഭക്ഷണം കഴിക്കുക, അത് സുന്നത്താ. ഏത് സുന്നത്ത് നോമ്പ് മുറിക്കൽ സുന്നത്ത്. എന്തിന്? പറയാണ് എന്തിന്? അപ്പൊ നിന്റെ മനസ്സിൽ നീ നിയത്ത് ചെയ്യണം, മോമിനായ മനുഷ്യന്റെ മനസ്സിൽ സന്തോഷം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ നോമ്പ് മുറിക്കുന്നതെന്ന് കരുതണം. മറ്റൊരാളെ മനസ്സിൽ സന്തോഷം ഉണ്ടാക്കുക, ഒരിക്കലും വേറൊരുത്തന്റെ മനസ്സിൽ വിഷമം ഉണ്ടാക്കരുത്. അതാണ് ഒരിക്കലും ഒരു ജീവിയുടെയും മനസ്സിൽ വിഷമം ഉണ്ടാക്കരുത്. എല്ലാരെയും സന്തോഷിപ്പിച്ചുകൊണ്ട് ജീവിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാണ് സ്വഭാവം. ഏറ്റവും വലിയ വിഷയമാണത്.
സ്വഭാവം. നബിതങ്ങൾ ഇന്നക ലഅലാ ഖുലുഖിൻ അളീം, ഏറ്റവും മഹത്തായ സ്വഭാവത്തിന്റെ മേലെയാണ് നബിയെ മുഹമ്മദുർ റസൂലുള്ളാഹി. ഫഖന്നബീനാ ഫീ ഖൽഖിൻ വഫീ ഖുലൂഖി വലം യുദാനുഹു ഫീ ഇൽമിൻ വലഖറബി. ഏറ്റവും നല്ല സ്വഭാവമുള്ള ആള് മുഹമ്മദുർ റസൂലുള്ളാഹി. സഹാബികൾ ശിഷ്യന്മാർ വല്ലാതെ സ്നേഹിക്കുന്ന ശിഷ്യന്മാരാ. സ്നേഹത്തിന്റെ കടുപ്പത്തറിയോ, നബിതങ്ങൾ ഒതുവെടുത്താൽ ആ വെള്ളം നിലത്ത് പോകാൻ സമ്മതിക്കൂല, അത് കയ്യിൽ വാങ്ങിയിട്ട് ശരീരമൊട്ടാൻ പുരട്ടും സഹാബത്ത്. അങ്ങനെയുള്ള സഹാബത്താണ്. സുബ്ഹാനല്ലാഹ്, അവിടുത്തെ ഉമിനീറിന് കസ്തൂരിയേക്കാൾ നല്ല സുഗന്ധമാണ്. അവിടുത്തെ ഉമിനീര് പുരട്ടിയാൽ രോഗം മാറുകയാണ്, അതൊരു ഔഷധമാണ്. അതിന്റെ കൂടെ നല്ല സുഗന്ധമാണ്. ആ ഉമിനീര് കിട്ടിയാൽ ശരീരം മുഴുക്കെ സഹാബത്ത് തൊട്ട് പുരട്ടൻ. കാരണം ഇത് നമ്മളെ ഉമിനീര് പോലല്ല, ഇത് മരുന്നാണ്. അതിന്റെ പുറമെ ഇത് നല്ല അർത്ഥമാണ്. ആ ഉമിനീര് ഇത് പറയുമ്പോൾ ചിലപ്പോൾ യുക്തിവാദികൾ അല്ലെങ്കിൽ പുത്തൻവാദികൾ സ്വീപ്പാക്കി എന്ന് വരും. ഏത് യുക്തിവാദി? തേൻ കുടിക്കുന്ന ചുക്കുതിവാദി. തേൻ എന്ന് പറഞ്ഞാൽ എന്താ സാധനോ? യഖ്റുജു മിൻ ബുതൂനിഹാ ശറാബുൻ മുഖ്തലിഫുൻ അൽവാനുഹു. ഈച്ചന്റെ ബാറ്റിൽ നിന്ന് വരുന്ന സാധന തേൻ. ഈച്ചയുടെ ബാറ്റിൽ നിന്ന് വരുന്ന തേന് നക്കുന്ന യുക്തിവാദിയാണോ ലോകം മുഴുക്ക സൃഷ്ടിക്കപ്പെടാൻ കാരണമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാവിൽ നിന്ന് വായിൽ നിന്ന് വരുന്ന നല്ല കസ്തൂരിയെ വെല്ലുന്ന സുഗന്ധമുള്ള ഏത് രോഗത്തിനും ശമനമുള്ള ഉമിനീര് സഹാബത്ത് ശരീരത്തിൽ തൊട്ടുപുരട്ടി എന്ന് പറയുമ്പോ അതിന് മനസ്സിന് വിഷമിക്കുന്നത്? ഇവൻ ഈച്ച തുപ്പിയത്, ഈച്ച ഛർദിച്ചത് നക്കുന്നവനല്ലേ ഇവൻ? സുഹൃത്തുക്കളെ, മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇങ്ങനെ സ്നേഹിക്കുന്ന സഹാബത്ത് നിങ്ങൾ അതുണ്ടോ പറഞ്ഞാൽ തീരുന്നു. അത്ര സ്നേഹിക്കുന്ന സഹാബത്ത് ഒരു പറയുമ്പോൾ തന്നെ ഫിദാക അബീ വ ഉമ്മി, എന്റെ ബാപ്പാനെ തങ്ങൾക്ക് തരും, ഉമ്മാനെ തങ്ങൾക്ക് തരും എന്ന് പറഞ്ഞാൽ ബാപ്പനെയും ഉമ്മനെയും ഉപേക്ഷിച്ചിട്ടെങ്കിലും തങ്ങളെ നമ്മൾ രക്ഷപ്പെടുത്തും. ആ നിലക്ക് പറയുന്നവരാണ് അവർ. അതല്ലേ വഫാത്തായ സമയം സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വന്നു. നബി തങ്ങൾ വഫാത്തായി കിടക്കുകയാണ്. നേരെ വന്നിട്ട് മുഖത്ത് നിന്ന് തുണിയൊന്ന് നീക്കി, എന്നിട്ടോ മുഖമൊന്ന് ചുംബിച്ചു. കണ്ണെന്ന് വെള്ളം ഇങ്ങനെ ഒലിക്കുകയാണ്. ഫിദാക അബീ വ ഉമ്മീ യാ റസൂലല്ലാഹ്, ബി അബീ അൻത വ ഉമ്മീ യാ റസൂലല്ലാഹ്, എന്റെ ഉമ്മാനെയും എന്റെ ബാപ്പനെയും ഒക്കെ തങ്ങൾക്ക് സമർപ്പിക്കും നബിയേ എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ വിളിച്ചില്ലേ? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വഫാത്തിന് ശേഷം ബുഖാരി പോലുള്ള ഹദീസിന്റെ കിതാബിൽ കാണാം. അങ്ങനെ സ്നേഹിക്കുന്ന സഹാബത്ത് അടക്കം ഇരിക്കുന്ന ഒരു സദസ്. ഒരാൾ വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചുമലിൽ ഒരു നല്ല പരിപരുത്തൊരു പുതപ്പുണ്ട്. പുതപ്പ് വന്നൊരു ഒറ്റ ബലി വെച്ചപ്പോ തങ്ങളങ്ങ് തിരിഞ്ഞുപോയി. എൻ്റെ ആളെന്താ പറഞ്ഞറിയോ? എനിക്ക് സംഭാവന തരണം. നിങ്ങളതും അല്ല, നിങ്ങളെ ബാപ്പാന്റെ അല്ല ചോദിക്കുന്നത്, തരണമെന്ന്. സംഭാവന ചോദിച്ചൊരു മട്ടം നോക്ക് നിങ്ങൾ. ഇങ്ങനെ ഒരുത്ത സംഭാവന ചോദിച്ചു, നിങ്ങൾ എന്താ സംഭാവന കൊടുക്കുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നീ എന്നെ വിഷമിപ്പിച്ചു, വേദനിപ്പിച്ചു, അതിന് നടപടി വേണം. ഇയാൾ പറഞ്ഞു, വല്ലാഹി ഒരു നടപടി ഉണ്ടാവില്ല, എനിക്ക് തന്നേ പറ്റുള്ളൂ. 3 പ്രാവശ്യം പറഞ്ഞപ്പോ സഹാബത്തിങ് എഴുന്നേറ്റു. ഇയാളെ കൊള്ളേ നബി തങ്ങൾ ഒരൊറ്റ കുട്ടി നീക്കാൻ പണ്ടാടിരുന്നോളൂ. എന്നിട്ട് ഒരാളെ വിളിച്ചിട്ട് പറഞ്ഞു, അയാൾ 2 ഒട്ടകം കൊണ്ടുവന്ന് കെട്ടിയിട്ടുണ്ട്, 2 ലോഡ്. ഒരു ഒട്ടകത്തിന്റെ പുറത്ത് ഈത്തപ്പഴവും മറ്റേതിന്റെ പുറത്ത് ഗോതമ്പും കയറ്റി കൊടുത്തേന്ന് പറഞ്ഞു. അതാ നേതാവ്, അതാ സ്വഭാവം. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റവും മഹത്തായ സ്വഭാവത്തിന്റെ മേലാണ്. ഏറ്റവും നല്ല സ്വഭാവമുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിന്തുടർന്ന് ജീവിച്ച് മരിക്കണം എന്ന് എന്നോടും നിങ്ങളോടും വസിയ്യത്ത് ചെയ്യുന്നു. ചിലർ പറയും അയാൾ നല്ല സ്വഭാവമാണ്, പക്ഷെ നിസ്കരിക്കൂല. എങ്ങനെ? നല്ല സ്വഭാവമാണ്, നിസ്കരിക്കൂല. അങ്ങനെ ഉണ്ടോ? വീണിട്ടൊന്നും പറ്റില്ല, തല വേറെ തെറിച്ചു പോയിന്നേ ഉള്ളൂ. അതുപോലെയാണ് ഏറ്റവും ദുഷിച്ച സ്വഭാവമുള്ളവൻ കൃത്യമായി നിസ്കരിക്കാത്തവൻ. കാരണം നിസ്കാരത്തിലാണ് അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് പറയൽ നിർബന്ധ. റസൂലുള്ളാഹിന്റെ പേരിൽ സ്വലാത്തിൽ വുജൂബ. അസ്സലാമു അലൈക അയ്യുഹൻ നബിയു, നബി തങ്ങളെ വിളിച്ച് സലാം പറയൽ വുജൂബാണ്. ബാപ്പാനെ വിളിച്ച് അസ്സലാമു അലൈക അബീന, നിസ്കാരം ബാത്തിലായി പോവും. അതേ സമയത്ത് ഉമ്മാനെ വിളിച്ച് പറഞ്ഞാൽ നിസ്കാരം ബാത്തിലാവും. അള്ളാഹിന്റെ റസൂലിനെ വിളിച്ചില്ലെങ്കിൽ നിസ്കാരം ബാത്തിലാവും. ഇതൊരു സാധാരണ മനുഷ്യനല്ല, അള്ളാഹുവിന്റെ ഹബീബാണ്.
അസ്സലാമു അലൈക അയ്യുഹൻ നബി, നബി തങ്ങളെ വിളിച്ച് സലാം പറഞ്ഞോളണം, 5 നേരം നിർബന്ധമാണ്. അതിന് തയ്യാറില്ലാത്തവനേക്കാൾ വലിയ ദുഷ്ട സ്വഭാവമുള്ളവൻ പിന്നാരാ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സലാം പറയാൻ അല്ലാഹ് പറഞ്ഞ സമയത്ത് സലാം പറയാത്തവൻ, റസൂലുള്ളാഹിന്റെ പേരിൽ സലാത്ത് ചെല്ലാൻ അല്ലാഹ് കൽപ്പിച്ച സമയത്ത് സലാത്ത് ചെല്ലാത്തവൻ, അവനേക്കാൾ ദുഷ്ട സ്വഭാവമുള്ളവൻ ലോകത്ത് വേറെ ആരാ? അതുകൊണ്ട് തന്നെ ഏറ്റവും ദുഷ്ട സ്വഭാവമുള്ളവനാണ് 5 വക്ത് കൃത്യമായി നിസ്കരിക്കാത്തവൻ. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അഹ്യാ റബീഅൽ ഖൽബി ശഹ്റുൽ മൗലിദി കുല്ലല്ലനാമി ബിദിക്രി മൗലിദി അഹ്മദി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജന്മം കൊണ്ട് സന്തോഷിക്കുന്ന ഈ സമയത്ത് ഞാൻ പറയട്ടെ, ഒരൊറ്റ നേരത്തെ നിസ്കാരം എന്റെ ജീവിതത്തിൽ ഖളാക്കുകയില്ലെന്ന് ആണും പെണ്ണും ഉറപ്പിച്ചിട്ടല്ലാതെ ഈ സദസ്സിന് പിരിയാൻ പാടില്ല. കാരണം രാവിലെ സുബ്ഹിന്റെ സമയത്ത് മദീനയിൽ കിടക്കുന്ന നേതാവിനെ വിളിച്ച് അസ്സലാമു അലൈക അയ്യുഹൻ നബിയു എന്ന് പറഞ്ഞ ആ കണക്ഷൻ ഒന്ന് പുതുക്കണം. ഉച്ചക്ക് പിന്നെയും പുതുക്കണം, അതേ ശേഷം പിന്നെയും പുതുക്കണം. 5 നേരവും ഈമാൻ നമ്മളെ ഖൽബിൽ വരാൻ ചാർജ് ചെയ്തുകൊണ്ടിരിക്കണം. ഈമാൻ ചാർജ് ചെയ്യേണ്ടത് മദീനയിൽ നിന്നാണ്. ആ മദീനയിലുള്ള നബി തങ്ങളെ വിളിച്ച് അസ്സലാമു അലൈക അയ്യുഹൻ നബിയു പറയാൻ ഒരാൾ സന്നദ്ധനല്ലെങ്കിൽ അവനേക്കാൾ ദുഷിച്ച സ്വഭാവമുള്ളവൻ വേറെയില്ല. ഇതുപോലെ ചിലര് പറയും, തബ്ലീഗ് ജമാഅത്ത് ഒരു സംഗതി, അത് സുന്നികളൊന്നും അല്ലെങ്കിലും ഒരു നല്ല സ്വഭാവമാണ്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അസ്സലാമു അലൈക അയ്യുഹൻ നബിയു നബി തങ്ങളെ വിളിച്ച് പറയുമ്പോ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അസ്സലാമു അലൈക അയ്യുഹൻ നബിയു പറയുമ്പോ നബി തങ്ങളോട് ഡയറക്റ്റ് പറയുകയാണെന്ന നിലക്ക് തന്നെ പറയണം. അള്ളാഹുവിനെ നമുക്ക് പരിചയപ്പെടുത്തിയതും അള്ളാഹുവിലേക്ക് നമ്മളെ ക്ഷണിച്ചതും എന്ന് ഖുർആൻ പറഞ്ഞത് നബിതങ്ങളെ കുറിച്ചല്ലേ? ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേരിൽ കണ്ട് പറയുന്ന മാതിരി അസ്സലാമു അലൈക അയ്യുഹൻ നബിയു പറയണമെന്ന് ഇമാം ഗസാലി റഹിമഹുല്ലാഹ് പറയുമ്പോ, ഇബ്നു ഹജർ അസ്ഖലാനി തങ്ങൾ ഫത്ഹുൽ ബാരിയിൽ ഉദ്ധരിക്കുമ്പോ, അങ്ങനെ റസൂലുള്ളാഹിനെ മനസ്സിൽ വിചാരിച്ച് അസ്സലാമു അലൈക അയ്യുഹൻ നബി പറഞ്ഞാൽ തെറ്റാണെന്ന് പറയുന്ന തബ്ലീഗുകാരനെ പോലെ ദുഷിച്ച സ്വഭാവമുള്ളവൻ വേറെ ആരാണ്? അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഴിച്ചു എന്ന് പറയുന്ന പുത്തൻവാദിയെ പോലെ ദുഷിച്ച സ്വഭാവമുള്ളവൻ ആരാണ്? അന്തവും മുന്നമബൂ മറഅയ്ന ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി അസ്സലാത്തു അലൻ നബി വസ്സലാമു അലർ റസൂൽ അശഫീഉൽ അബ്തഹി വൽ ഹബീബിൽ അറബി. ഹബീബായ നബി തങ്ങളെ ബാപ്പയെ പോലെ പോരാ, ഉമ്മയെ പോലെ പോരാ, അതേ സ്വന്തം ശരീരത്തെക്കാൾ സ്നേഹിക്കാത്ത കാലത്തോളം വല്ലാഹി മുഅ്മിനാകൂല. ആ സ്നേഹം ഖൽബിലുള്ളവർ അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് മാത്രമാണ്. ആ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൽ അടിയുറച്ച് നീങ്ങിക്കൊള്ളണം. അല്ലാഹു തആല നമ്മളെല്ലാവരെയും സുന്നത്ത് ജമാഅത്തിൽ ഉറച്ച് ജീവിച്ച് മരിക്കുന്നവരിൽ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. വാഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എല്ലാവർക്കും ഇൻഷാ അല്ലാഹ് എപ്പോഴും ദുആ ചെയ്യും, പള്ളിയിൽ നിന്ന് നിസ്കരിച്ചിട്ടും ദുആ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.